ഹലോ, ഞാനൊരു ബിടെക് ഫസ്റ്റ് ഇയർ സ്റ്റുഡൻ്റാണ്. അപ്പോൾ ഗ്രാഫിക്സ് ടഫ് ആയിട്ടുള്ളവരുണ്ടാവും, ടഫ് അല്ലാത്തവരും ഉണ്ടാവും. അപ്പോൾ ഈ വീഡിയോ പറയുന്നത് എങ്ങനെയാണ് എഫക്റ്റീവായിട്ട് എഞ്ചിനീയറിംഗ് ഗ്രാഫിക്സ് പഠിക്കാമെന്ന്. നിങ്ങൾ ഒന്നും അറിയാത്ത ആളാണെങ്കിൽ ഫസ്റ്റ് നിങ്ങൾ യൂട്യൂബ് വീഡിയോസ് ഒക്കെ കാണാം, അത് മനസ്സിലാക്കാം. അറിയാവുന്നവരാണെങ്കിൽ നോട്ടിലുള്ളത് ജസ്റ്റ് പ്രാക്ടീസ് ചെയ്യുക. യൂട്യൂബ് വീഡിയോസ് കണ്ട് നിങ്ങൾ വെച്ച് നോക്കുക, പിന്നെ അത് നോക്കാതെ വയ്ക്കുക. പിന്നെ PYQ കൂടി ചെയ്ത് വയ്ക്കിയാൽ നിങ്ങൾക്ക് കുറച്ചും കൂടി ക്ലാരിറ്റി കിട്ടും. നമുക്കിനി ആകെ 2 ദിവസമുള്ളൂ, ശനി ഞായർ. അപ്പോൾ ശനി ഉച്ചേൻ്റെ ശേഷമാണ് ഞാൻ ഈ വീഡിയോ പോസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ശനിയാഴ്ച 2 ഞായറാഴ്ച 2 അങ്ങനെ പഠിക്കുക. ഇതുവരെ പഠിക്കാത്തവരാണെങ്കിൽ. പിന്നെ ലോജിക്ക് മനസ്സിലാക്കാം. ഒരു മൊഡ്യൂളിൽ തന്നെ പറ്റുകയാണെങ്കിൽ 10 ക്വസ്റ്റ്യൻ പ്രാക്ടീസ് ചെയ്യുക, മിനിമം 5 എണ്ണെങ്കിലും. ലോജിക്കൊക്കെ മനസ്സിലാക്കിയാൽ നമുക്ക് പെട്ടെന്ന് കത്തും. അപ്പോൾ ഒരു മിനിമം 5 എണ്ണെങ്കിലും പ്രാക്ടീസ് ചെയ്യാം. ദെൻ എക്സാം പ്രിപ്പറേഷനാണ്. അതിന് ഫസ്റ്റ് തന്നെ നമുക്ക് നോക്കേണ്ടത് ടൈമാണ്. ടൈം ഓരോ മൊഡ്യൂളിനും ½ ആൻ അവർ കൊടുത്തുകൊണ്ട് ടൈം വെക്കാം, പ്രാക്ടീസ് ചെയ്യുക അങ്ങനെ. ദെൻ നീറ്റ്നെസ്സിനനുസരിച്ച് നമുക്ക് മാർക്ക് കിട്ടും. നീറ്റ്നെസ് അറിയാലോ, ഏതിനാ എങ്ങനെയാണ് അതിനനുസരിച്ച് നമുക്ക് മാർക്ക് കിട്ടും. പിന്നെ പ്രോപ്പർ ലൈന്, നമുക്ക് തിൻ ലൈൻ ഉണ്ടാവും, തിക്ക് ലൈൻ ഉണ്ടാവും. അതും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ അത് എങ്ങനെയെന്ന് വരയ്ക്കാമെന്നൊക്കെ ഒന്ന് മനസ്സിലാക്കി വെക്കാം. പിന്നെ ലേബിൾ ചെയ്യാനുണ്ടാവും, ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ള കാര്യങ്ങൾ ത്രൂ ലെങ്ത്ത് അതിൻ്റെ വാല്യൂ ലേബിൾ ചെയ്യും. അപ്പം അതൊക്കെ നേരത്തെ റെഡിയാക്കാം. എല്ലാതും ലേബിൾ ചെയ്താൽ അത്രയും നന്ന്. നിങ്ങൾ ഏതെങ്കിലും മിസ്സായാൽ പിന്നെ മാർക്ക് ചിലപ്പോൾ പോകും. പിന്നെ റഷാക്കാതെ നല്ല രീതിയിൽ വരയ്ക്കാം. എറേസ് ചെയ്ത് പിന്നെ വെച്ച് അതിനെക്കാട്ടി ബെറ്റർ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി കണ്ട് വരയ്ക്കാം. സോ ഞാനും നിങ്ങളുടെ പോലെ ഫസ്റ്റ് ഇയർ ബിടെക് സ്റ്റുഡൻ്റാണ്. സോ എനിക്ക് ഗ്രാഫിക്സ് കുറച്ചും കൂടി സിമ്പിൾ ആയതുകൊണ്ടാണ് ഞാൻ ജസ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നത്. ഗ്രാഫിക്സ് കുറച്ച് ടഫുള്ളവരൊക്കെ ഉണ്ടാവും, അപ്പോൾ മനസ്സിലാക്കി പഠിച്ചാൽ സിമ്പിളായിരിക്കും. എനിക്കിഷ്ടപ്പെട്ട യൂട്യൂബ് ചാനലിൻ്റെ പേര് ഞാൻ ഇവിടെ എഴുതി കൊടുക്കുന്നുണ്ട്, ജസ്റ്റ് അതൊന്ന് കണ്ടു നോക്കൂ. അപ്പോൾ ഓൾ ദി ബെസ്റ്റ് ഗൈസ്.